മോദിജിയായിട്ട് നിൽക്കുന്നത് അത് മാത്രമല്ല എല്ലാം ഉണ്ട്. ഏകദേശം ചോദിച്ചത് തീപ്പെട്ടി കയ്യിലുണ്ട്. ബാക്കിയുള്ള മാറണം. സുരേഷേട്ടാ രാജീവേട്ടാ കാശിതാക്കോ വികസിത നിയമത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം പറയേണ്ടത്
ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ ഇവിടെ ആശംസ പ്രസംഗത്തിന് എത്തിയിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ ഏറ്റവും പ്രിയങ്കരനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയചേട്ടൻ, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ കലാം സാർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ് ചേട്ടൻ, പാർട്ടിയുടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ശ്രീ വി വി രാജേഷ് ചേട്ടൻ, ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ് ചേട്ടൻ അവർ, പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം ആർ ഗോവിന്ദേട്ടൻ, ശ്രീ കരവൻ അജിത് ഏട്ടൻ, എൻ ഡിയുടെ നേതാക്കളായ ജനശക്തി പാർട്ടിയുടെ നേതാവ് ശ്രീ അരുൺ വേലായുധൻ അവർ, ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ അവർ. ഒരു ലക്ഷ്യം കോർപ്പറേഷൻ പിടിക്കാനായിരുന്നു. അത് ആ ലോക്സഭ ഇലക്ഷൻ ഞാൻ കഴിഞ്ഞ് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇന്നും പറയുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും തന്നത് നിയമമണ്ഡലത്തിലാണ്. അന്ന് ഞാൻ പറഞ്ഞതാണ്, എന്റെ ഈ കടപ്പാട് ഞാൻ മറക്കില്ല. അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ അത് ഒരിക്കൽ കൂടി പറയാനാണ്, ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് ഞാൻ ഒരു ഇന്നതാവണമെന്നോ മറ്റേതാവണമെന്നോ പവറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഈ നാട്ടിൽ വികസനം കൊണ്ടുവരണം എന്ന എൻ്റെ ഒരു വാശിയാണ്, പാർട്ടിയുടെ ഒരു വാശിയാണ്. ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം എന്ന് ഞങ്ങളുടെ ഒരു വാശിയാണ്, ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അത് മുമ്പോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നേമം മണ്ഡലം മാത്രമല്ല, 140 മണ്ഡലങ്ങളിൽ ഈ ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥികൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നേമം മണ്ഡലത്തിന് വേണ്ടി, നേമം ജനങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോ അതിനുവേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ജയിപ്പിക്കുന്നത് എന്നെ മാത്രമല്ല, പാർട്ടിനെയാണ്, ഇന്ത്യനെയാണ്, നമ്മുടെ നാടിനെയാണ്, നിയമത്തിനാണ്. അപ്പൊ ഈ ഒരു ഇലക്ഷൻ നിയമത്തിനെ ജയിപ്പിക്കാനും കേരളത്തിനെ ജയിപ്പിക്കാനും ഒരു ഇലക്ഷനായിട്ട് എല്ലാവരും കാണണം തന്നെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഒരുമിച്ച് ഒറ്റക്കെട്ട് 70 കൊല്ലം നമ്മുടെ തലയെ കെട്ടിവെച്ച ഈ വിവാദ രാഷ്ട്രീയം, CPM-ഉം കോൺഗ്രസും കെട്ടിവെച്ച വിവാദ രാഷ്ട്രീയം, പ്രീണ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം, ഒന്നും ചെയ്യാണ്ട് MLA-മാര് 10, 15, 20 കൊല്ലം കുത്തിയിരിക്കുന്ന രാഷ്ട്രീയം, അത് മാറ്റണം. ആ മാറ്റേണ്ട ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അപ്പോ എന്നെ സഹായിക്കണം, പിന്തുണ തരണം, ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം, നാടിന് മുമ്പോട്ട് കൊണ്ടുപോകണം, നിയമത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വികസിത നിയമം ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഈ മാറ്റം തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.